ഹലോ ഹായ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വയനാട് ജില്ലയിലെ ട്രക്കിംഗ് സ്പോട്ടുകളെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ഒന്ന് രണ്ട് സീരീസിൽ വയനാട്ടിലെ ടൂറുകൾ എങ്ങനെ പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ വയനാട്ടിൽ എന്തൊക്കെ കാണാനുണ്ട്, എങ്ങനെയൊക്കെ എവിടെയൊക്കെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വയനാട്ടിൽ വൺ ഡേ ട്രക്കിംഗ്, ഒരുപാട് ട്രക്കിംഗ് സ്പോട്ടുകൾ ഉണ്ട്. അതിൽ ഏതാനും ചില രണ്ടോ മൂന്നോ ട്രക്കിംഗ് സ്പോട്ടുകളാണ് ഇതിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ അതിനെ കുറിച്ചിട്ട് എവിടത്തേക്കാണോ പോകാൻ പോകുന്നത് അതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഡേറ്റ് അറിയണം, എൻട്രി അറിയണം, ഫീ എത്രയെന്ന് അറിയണം, ഏതാണ് ടൈമിംഗ് എല്ലാം അറിയണം. ഇതെല്ലാം എൻ്റെ യൂട്യൂബ് ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ട്രക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. പ്രധാനമായിട്ടുള്ള ട്രക്കിംഗ് സ്പോട്ടുകൾ വയനാട്ടിലുള്ളത് ബാണാസുര ഹില്ല്, ചെമ്പ്ര പീക്ക്, അരണമല, അങ്ങനെ ബ്രഹ്മഗിരി. ഇത് കൂടാതെയും ഒരുപാട് ട്രക്കിംഗ് സ്പോട്ടുകൾ ഉണ്ട്. തിരുനെല്ലിയൊക്കെ നമ്മൾ ട്രക്കിംഗ് സ്പോട്ടുകളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ തിരുനെല്ലിയൊക്കെ ഒരു മറ്റൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് പോയി വരാൻ പറ്റുന്ന സ്ഥലങ്ങളുമാണ്. ഇതിലെ പ്രധാനപ്പെട്ട നമ്മൾ പോകണം എന്ന് ഒരിക്കലെങ്കിലും കാണണം എന്ന് ആഗ്രഹിക്കുന്ന വയനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ട്രക്കിംഗ് സ്പോട്ട് എന്ന് പറയുന്നതാണ് ബാണാസുര ഹിൽ. ഈ തൊട്ട് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അവിടേക്ക് വനം വകുപ്പിന്റെ ട്രക്കിംഗ് പെർമിഷൻ കിട്ടി തുടങ്ങിയത്. അവിടെ അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഗൈഡ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ചെമ്പ്രയേക്കാൾ കൂടുതൽ മനോഹരമായിട്ടുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് ബാണാസുര ഹിൽ. ബാണാസുര സാഗർ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് കുറച്ചപ്പുറത്തേക്ക് ഒരു 2-3 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വനം വകുപ്പിന്റെ ഓഫീസിൽ നിന്ന് പാസ് കരസ്ഥമാക്കി രാവിലെ 7 മണിക്ക് ട്രക്കിംഗ് ആരംഭിക്കും. 3 മണി 3:30 മണി ആകുമ്പോഴേക്ക് നമുക്ക് തിരിച്ചിറങ്ങാം. 4000 റുപ്പീസ് ആണ് എൻട്രി ഫീ. പിന്നീട് അത് 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനാണ് ഈ എൻട്രി ഫീ. നിങ്ങൾ 6ാമത്തെ ഒരാളുണ്ടെങ്കിൽ പെർ ഹെഡ് 800 റുപ്പീസ് വെച്ചിട്ടാണ് ചാർജ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ട്രക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ഒരു ഗൈഡ് ഉണ്ടാവും. നിങ്ങളെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ ഭാഗത്തേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു ഗൈഡ് നിങ്ങളെ അക്കമ്പനി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഗൈഡിന്റെ ഒരു ക്ലാസ് ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ബാണാസുര ഹില്ലിലേക്ക് നിങ്ങൾ കയറി പോവേണ്ടത്. ബാണാസുര ഹിൽ എന്ന് പറയുന്നത് ഈ ട്രക്കിംഗ് സ്പോട്ടുകൾ ഏതുമാവട്ടെ, നിങ്ങൾ ഒരു മഴ ഏകദേശം പച്ചപ്പുള്ള സമയത്ത് ഈ ട്രക്കിംഗ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം അത്ര പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര മനോഹരമായിട്ടുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് ബാണാസുര ഹിൽ എന്ന് പറയുന്നത്. ഈ റീസൺലി ആണ് ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്തത്. അവിടെ അതിന്റെ ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു വൈബാണ്. അവിടെ നിന്നുള്ള ഒരുപാട് റീൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ റീസൺലി ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ബാണാസുര ഹില്ലാണ് പ്രധാനപ്പെട്ട ഒരു ട്രക്കിംഗ് സ്പോട്ട് എന്ന് പറയുന്നത്. അവിടെയുള്ള ഗൈഡിന്റെ ഒരു നമ്പർ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുന്നതാണ്. രണ്ടാമത്തേത് വയനാട്ടിലെ എല്ലാവർക്കും അറിയുന്ന മറ്റൊരു ഡെസ്റ്റിനേഷനാണ് ചെമ്പ്ര പീക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ചെമ്പ്ര എന്ന് പറയുന്നത് ആദ്യമൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ എത്ര ആളുകൾ പോയാലും ചെമ്പ്രയിലേക്ക് കടത്തി വിടുമായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. ഏകദേശം ഞാൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയ സമയത്ത് 4 o'clock ഏർലി മോർണിംഗ് 4 o'clock മുതൽ അവിടെ ടിക്കറ്റിനുള്ള ക്യൂ ആണ്. കാരണം വകുപ്പിന് 200 പേരെ മാത്രമാണ് ഇപ്പോ അലൗ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെയിം ഫീ തന്നെയാണ് അവിടെ ഉള്ളത്. 5 പേർക്ക് 4000 റുപ്പീസ് ആണ് ഇപ്പോ. പക്ഷെ ഹൃദയ തടാകം നമ്മൾ കണ്ടതാണ്. അതിന്റെ ഏറ്റവും മുകളിൽ എത്തുന്നതിന്റെ കുറച്ച് താഴ്ത്തായിട്ട് ഒരു ലവ് ഷേപ്പിലുള്ള ഹൃദയ തടാകം ഇപ്പോ അവിടെ വരെയാണ് ട്രക്കേഴ്സിന് അല്ലെങ്കിൽ ട്രക്കിങ്ങിന് പോകുന്നവരെ അലൗ ചെയ്യുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് വംശനാശ ഭീഷണി നേരിടുന്ന ബാണാസുര ചിപ്പിലൻ എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു പേരുള്ള പക്ഷിയെ കണ്ടെത്തിയത് മുതൽ അതിന്റെ അപ്പുറത്തേക്ക് അവർ ട്രക്കിങ്ങിനെ അലൗ ചെയ്യുന്നില്ല. ഇനി അത്തരത്തിൽ നിങ്ങൾക്ക് പക്ഷി നിരീക്ഷണത്തിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വനം വകുപ്പിന്റെ സ്പെഷ്യൽ പെർമിഷനും അതേപോലെ അത്തരത്തിലുള്ള പഠനാർഹമായിട്ടുള്ള ഒരുപാട് സസ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വനം വകുപ്പിന്റെ പെർമിഷനോട് കൂടി നിങ്ങൾക്ക് ഏറ്റവും മുകളിലേക്ക് പോവാം. നിങ്ങൾ ചെയ്യേണ്ടത് DTPCയുടെ ഒക്കെ നമ്പറിൽ വിളിച്ചിട്ട്, ഇതൊന്നും ഓൺലൈൻ ബുക്കിംഗ് ഇല്ല, ഡയറക്റ്റ് പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഇവിടെയും 5-ൽ കൂടുതലുള്ള ഒരാള് നിങ്ങൾ എങ്കിൽ പെർ ഹെഡ് 800 റുപ്പീസ് വെച്ചിട്ടാണ് ചാർജ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അരണമല എന്ന് പറയുന്ന
ഈ ചെമ്പ്ര പീക്ക് എല്ലാവർക്കും ലൊക്കേഷൻ അറിയാം. ഏത് ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളാണെങ്കിലും കണ്ണൂർ, അതേപോലെ തന്നെ കണ്ണൂർ ഭാഗത്ത് നിന്ന്, അതായത് നെടുമ്പൊഴിൽ ചുരമോ അല്ലെങ്കിൽ കുറ്റ്യാടി ചുരമൊക്കെ കയറി വരുന്ന ആളുകളാണെങ്കിൽ നേരെ മേപ്പാടിയിലേക്ക് എത്തുക. മേപ്പാടിയിൽ നിന്ന് എരുമക്കൊല്ലി വഴി നമ്മൾക്ക് നേരെ മേപ്പാടിയിൽ നിന്ന് വെറും 7 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ഈ ചെമ്പ്ര പീക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇനി കോഴിക്കോട് നിന്ന് വരുന്ന ആളുകളാണ് എങ്കിൽ കോഴിക്കോട് നിന്ന് നമ്മൾ ചുരം കയറി കഴിഞ്ഞാൽ നേരെ ചുണ്ട എന്ന് പറയുന്ന ആ ചെറിയ അങ്ങാടിയിലെത്തും. അവിടുന്ന് റൈറ്റ് നേരെ പോയി കഴിഞ്ഞാൽ മേപ്പാടിയിലെത്തും. മേപ്പാടിയിൽ നിന്ന് നമുക്ക് ഈ എരുമക്കൊല്ലി ചായത്തോട്ടത്തിൽ, അതും ഒരു മനോഹരമായിട്ടുള്ള യാത്രയാണ്, അതിലൂടെ നമുക്ക് ചെമ്പ്രയിലെത്താം. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 2 ഡെസ്റ്റിനേഷൻ, ട്രക്കിംഗ് ഡെസ്റ്റിനേഷൻ, ഒന്ന് ബാണാസുര ഹില്ലാണ്. അത് നിങ്ങൾ എന്താണെങ്കിലും ഒരിക്കലെങ്കിലും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. അത്ര മനോഹരമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു മഴ കഴിഞ്ഞതിന് ശേഷം ഈ ട്രക്കിങ്ങിന് നിങ്ങൾ എന്ത് ചെയ്യുക, തയ്യാറെടുക്കുക. അത്രത്തോളം പച്ചപ്പ് അവിടെ ഉണ്ട്. ഒരുപാട് എന്താ പറയാ, വാട്ടർഫോൾസുകളുടെ ഉത്ഭവസ്ഥാനം അതിന്റെ മുകളിലാണ്. ഞങ്ങൾ അത്രത്തോളം സമയം അവിടെ സ്പെൻഡ് ചെയ്തത് കൊണ്ടാണ് പറയുന്നത്. വളരെ മനോഹരമാണ്. ചെമ്പ്ര പീക്കിനുള്ള ഡീറ്റെയിലുകൾ ഞാൻ പറഞ്ഞു. ഇനി അരണമല എന്ന് പറയുന്നതും വനം വകുപ്പിന്റെ പെർമിഷനോട് കൂടെ പോവാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതും മേപ്പാടിയിൽ നിന്ന് ഒരല്പം 5-8 കിലോമീറ്റർ ഉള്ളിലുള്ള സ്ഥലമാണ്. പിന്നെ മറ്റൊരു ട്രക്കിംഗ് സ്പോട്ടാണ് ബ്രഹ്മഗിരി എന്ന് പറയുന്നത്. ബ്രഹ്മഗിരി നമ്മൾക്ക് നേരത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരുനെല്ലിയിലാണ് ബ്രഹ്മഗിരി. അതായത് കൊടക്, കർണാടകത്തിന്റെ കൊടക് ജില്ലയുടെയും അതേപോലെ തന്നെ വയനാടിന്റെയും ബ്രഹ്മഗിരി കുന്നുകളിൽ ഒന്നാണ് ഈ ബ്രഹ്മഗിരി എന്ന് പറയുന്നത്. അവിടെയും ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെയൊക്കെ ഈ ബാണാസുര ഹില്ലിലാണെങ്കിലും ചെമ്പ്ര പീക്കിലൊക്കെ ആണെങ്കിലും അറൌണ്ട് 10 കിലോമീറ്റേഴ്സോളമാണ് നമുക്ക് ഉയരത്തിലേക്ക് നടന്നു കയറേണ്ടത്. അത്രത്തോളം ഫിസിക്കലി ഏബിൾ ആയിട്ടുള്ള ആളുകളാണ് ഈ ട്രക്കിങ്ങിന് പോവുക മാനസികമായിട്ട്. പിന്നെ ബ്രഹ്മഗിരിയും സെയിം 10 കിലോമീറ്റേഴ്സോളം ഉയരത്തിലേക്ക് നമുക്ക് നടന്ന് കയറാനുണ്ട്. ഇവിടെ ട്രക്കിംഗ് ആരംഭിക്കുക ഏകദേശം 7-7:30 സമയത്താണ്. അവിടെ ബ്രഹ്മഗിരിയിൽ തിരുനെല്ലിയിലുള്ള വനം വകുപ്പിന്റെ ഓഫീസിൽ നിന്നാണ് ട്രക്കിംഗ് ആരംഭിക്കുക. അവിടെയും ഈ പറഞ്ഞ എമൗണ്ടുകൾ, എൻട്രി ഫീകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, വയനാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പോ കാര്യങ്ങളോ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വേണം എങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അവർ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരും. അപ്പോൾ ഈ ഒരു ട്രക്കിംഗ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് വാല്യുബിൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ വിഷ് യു ഓൾ സക്സസ്. ബൈ.